السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 246 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിനിടെ അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 246 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون. قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. ولما فصلت العير قال أبوهم إني لأجد ريح يوسف لولا أن تفندون. قالوا تالله إنك لفي ضلالك القديم. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 87 മുതൽ 95 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 13-ാം ജുസ്ഇൽ 246-ാം പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം യാക്കൂബ് നബി അലൈഹി സ്വലാം കടുത്ത സങ്കടത്തിലാണ്. കൊല്ലങ്ങളായി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ള സങ്കടമാണ്. ഇപ്പോഴിതാ ബെന്യാമീനും നഷ്ടപ്പെട്ടിരിക്കുന്നു. പോരാത്തതിന് മൂത്ത മകൻ റൂബീലും, അവൻ ഈജിപ്തിൽ തന്നെ തങ്ങിയതാണ്, ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പം എല്ലാം കൂടി ആയപ്പോൾ മഹാനവറുകൾക്ക് സങ്കടഭാരം താങ്ങാൻ കഴിയാതെയായി. യൂസുഫിനെ കുറിച്ച് ആലോചിച്ചും അള്ളാഹുവോട് സങ്കടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ രണ്ടും വെള്ള നിറമായി മാറി കാഴ്ച നഷ്ടപ്പെട്ടു വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മക്കളും വീട്ടുകാരുമൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് സംബന്ധിച്ച് ആക്ഷേപിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടിയും കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചു. നിങ്ങൾ എന്തിനാണ് എന്നെ ആക്ഷേപിക്കുന്നത്? ഞാൻ നിങ്ങളോട് ആരോടുമല്ലല്ലോ എൻ്റെ ദുഃഖങ്ങൾ ബോധിപ്പിക്കുന്നത് അള്ളാഹുവിനോടല്ലേ. ഞാൻ അള്ളാഹുവിനാണ് പ്രതീക്ഷ വെക്കുന്നത്. അള്ളാഹുവിൽ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ. അങ്ങനെയാണ് ഒരു ദിവസം മഹാനവറുകൾ മക്കളോട് 2 പേരെയും അന്വേഷിച്ചു നോക്കാൻ വേണ്ടി പറയുന്നത്. സഹോദരങ്ങളും കുടുംബാംഗങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റേ മറന്നുപോയ മട്ടാണ്. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാം മരിച്ചുപോയി എന്നാണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ. പക്ഷേ ആ പിതാവിൻ്റെ വിശ്വാസം തിരിച്ചാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും ബെന്യാമീനെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അതുകൊണ്ടാണ് മഹാനവറുകൾ മക്കളെ പറഞ്ഞയക്കുന്നത്. പ്രത്യാശയോട് പറഞ്ഞയക്കുകയാണ്. മാത്രമല്ല, ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവിടുന്ന് പോയി വരുമ്പോൾ ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങളും കൊണ്ടുവരാമല്ലോ. മഹാനവറുകൾ മക്കളോട് പറയുന്നത് ഇതാണ്: എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ഈജിപ്തിൽ പോയി 2 പേരെയും അന്വേഷിച്ച് നോക്കൂ, ശരിക്കൊന്ന് അന്വേഷിച്ച് നോക്കൂ. അന്വേഷിച്ച് നോക്കാൻ പറയുന്നിടത്ത് ആദ്യം മഹാനവറുകൾ പറയുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പേരാണ്.
അത് കേട്ടപ്പോൾ മക്കൾക്ക് വിചിത്രമായി തോന്നി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 1/4 നൂറ്റാണ്ട് മുമ്പ് ചെന്നായ പിടിച്ച ഒരാളെ ഇപ്പോൾ ബാപ്പ അന്വേഷിക്കാൻ പറയുമ്പോൾ അതിൽ ആർക്കും ഒരു അനൗചിത്യം തോന്നില്ലേ? അല്ലേ? ആർക്കും അങ്ങനെ തന്നെ തോന്നുക. അപ്പോൾ മക്കൾ പ്രതികരിച്ചു, ബാപ്പ ബെന്യാമീൻ്റെ കാര്യം ശരി, ഞങ്ങൾ അവനെ ഈജിപ്തിലെത്തിയ രാജാവിനോട് അക്കയാണ് അപേക്ഷിച്ച് അവനെ നമുക്ക് വിട്ടുതരാൻ ശ്രമങ്ങൾ നടത്താം. പക്ഷേ യൂസുഫിനെ പണ്ടെന്നോ ചെന്നായ പിടിച്ചു പോയില്ലേ? മരിച്ചവരെ ഞങ്ങളെങ്ങനെ തിരയാനാണ്? മരിച്ചുപോയ ആളുകളെ ഞങ്ങളെ എങ്ങനെയാണ് തിരയുക? താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മക്കളിങ്ങനെ പ്രതികരിച്ചപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്രേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, റൗഹിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. സത്യനിഷേധികളെ ആളുകൾ മാത്രമേ അങ്ങനെ നിരാശരാവൂ. അതുകൊണ്ട് നിങ്ങൾ പോയി അന്വേഷിക്കൂ. നോക്കൂ 87-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ ബനിയ ദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യൂസുഫ് നബി അലൈഹി സ്വലാം യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറയാണ്, യാ ബനിയ, എൻ്റെ മക്കളെ, ഇദ്ഹബൂ, നിങ്ങൾ പോകൂ, ഫതഹസ്സസൂ, നിങ്ങൾ അന്വേഷിക്കൂ, സൂക്ഷ്മമായി നിങ്ങൾ അന്വേഷിക്കൂ, മി യൂസുഫ വ അഖീഹി, യൂസുഫിനെ കുറിച്ചും സഹോദരനെ കുറിച്ചും, രണ്ടുപേരെക്കുറിച്ചും നിങ്ങൾ സൂക്ഷ്മമായി അന്വേഷിക്കൂ പോയിട്ട്. എന്നിട്ട് പറയാം, വലാ തയഅസൂ, നിങ്ങൾ നിരാശരാവരുത്, മിർ റൗഹില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച്. കാരണം ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി, അള്ളാഹുവിൻ്റെ റൗഹിൽ നിന്ന്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിരാശരാവുകയില്ല, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിരീങ്ങളായ ഖൗം ഒഴികെ. അപ്പോൾ അവരെ അങ്ങനെ ചെയ്യുള്ളൂ, നമ്മളങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവാതെ നിങ്ങളെല്ലാവരും ഈ 2 പേരെക്കുറിച്ച് നന്നായി സൂക്ഷ്മമായി പോയി അന്വേഷിക്കൂ. ഇവിടെ 2 മക്കളെക്കുറിച്ചാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, മി യൂസുഫ വ അഖീഹി, അല്ലേ? സത്യത്തിൽ റൂബിയിലും അവിടെ അല്ല, മൂത്ത മകൻ റൂബിയിലും ഈജിപ്തിലാണ്. അവനെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഈജിപ്ത് തങ്ങിയ ആളാണ്, അല്ലേ? അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കനാനിലേക്ക് മടങ്ങി വരാം. ആരും അദ്ദേഹത്തെ ഈജിപ്തിൽ തടഞ്ഞു വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ റൂബിലിനെ അന്വേഷിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് യൂസുഫിനെയും സഹോദരനെയും അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും സഹോദരനെയും പോയി അന്വേഷിക്കണമെന്ന് മക്കളോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ മക്കൾക്ക് നൽകിയ ഉപദേശം നമ്മളെല്ലാവരും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. എന്തു പ്രയാസമാണെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസവും കാരുണ്യവും ലഭിക്കാതിരിക്കില്ല എന്ന ശുഭപ്രതീക്ഷ കൊണ്ടു നടക്കണം. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ഒരിക്കലും നിരാശരാകാൻ പാടില്ല. സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല നിരാശ എന്നത്. അള്ളാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശരാവരുത്, വലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലേ? പിന്നെന്തിനാ നമ്മൾ ബേജാറാവുന്നത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതും അങ്ങനെയാണ്. മലക്കുകൾ വന്നിട്ട് വാർദ്ധക്യ സമയത്ത് മലക്കുകൾ വന്നിട്ട് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട, വാർദ്ധക്യമായി എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ട എന്ന് പറഞ്ഞ് മലക്കുകൾ ആശ്വസിപ്പിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താ? ആരാ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശരാവുക? വഴിപിഴച്ചവരല്ലാതെ ആരാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവുക? ഞാൻ നിരാശരാവുന്നില്ല, എനിക്ക് പ്രതീക്ഷയാണ്. കണ്ടോ, ആ സമയത്ത് പോലും, കുഞ്ഞുണ്ടാവുന്ന പ്രായമല്ല അത്, എന്നിട്ട് പോലും. അപ്പം എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവുക എന്നത് മുഅ്മിനീങ്ങൾക്ക് ചേർന്നതല്ല എന്ന് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കണം. അള്ളാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, അന ഇൻദ ലന്നി അബ്ദി ബി, അന ഇൻദ ലന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഞാൻ നിലപാടെടുക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും വിശ്വാസവും എത്രത്തോളമുണ്ടോ അത്രത്തോളമായിരിക്കും അവൻ്റെ കാരുണ്യം ലഭിക്കുക. അതാണ് എൻ്റെ ആശയം. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നോക്കൂ, അല്ലേ? നിരാശപ്പെടാതെ ഇരുന്നാലുള്ള നേട്ടങ്ങൾ, അതിന് വലിയ ഉദാഹരണമാണ് മഹാനവറുകൾ. ഇനി നമ്മൾ 88-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും ബിന്യാമിൻ എന്നവരെയും അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ സഹോദരങ്ങൾ പ്രതികരിച്ച് നമ്മൾ കണ്ടു. ഏതായാലും അന്വേഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പുറപ്പെടാൻ അവർ തീരുമാനിക്കുകയാണ്. മുമ്പ് അവർ 1-2 പ്രാവശ്യം പോയി വന്ന ആളുകളാണ് ഈജിപ്തിലേക്ക്, അല്ലേ? നമ്മൾ വിഷയം പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഒരു ചിന്താഗതി എന്താ? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് എവിടെയും തിരയേണ്ട കാര്യമില്ല. കാരണം
യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തിരയുക എന്ന ഉദ്ദേശമേ അവർക്കില്ല. മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. പിന്നെ ബിന്യാമീൻ്റെ കാര്യം, അത് കൊട്ടാരത്തിലുണ്ടെന്ന് അവർക്കറിയാം. രാജാവിനോടൊക്കെയാണ് അപേക്ഷിച്ചാൽ വിട്ടുതരാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം. അപ്പോൾ വേറെ എവിടെയും അന്വേഷിച്ചു പോവോ എന്ന ഒരു ചിന്തയും അവർക്കില്ല. ഈജിപ്തിൽ ആ കൊട്ടാരത്തിലെത്തുക, ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആ കൊട്ടാരത്തിൽ പോകുക. പിന്നെ ധാന്യം കിട്ടാനും അവിടെ പോകണമല്ലോ. ഭക്ഷ്യധാന്യം കിട്ടണമെങ്കിലും ഈജിപ്തിലെ കൊട്ടാരത്തിൽ തന്നെ പോകണം. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. അവർ കൊട്ടാരത്തിലെത്തി. എത്തിയ പാടെ തന്നെ നേരെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ട് അനുജനെ വിട്ടുതരണം എന്നല്ല അവർ പറയുന്നത്. അവരതിൻ്റെ വഴികൾ ഒരുക്കുകയാണ്. പരസ്പരം ബന്ധപ്പെടാനും സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടാക്കി നല്ല അനുനയത്തോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ പറ്റുള്ളൂ. എല്ലാം മനസ്സിലാക്കിയാണ് അവരുടെ നീക്കം. അവരാദ്യം പറഞ്ഞത് അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്, ദൈന്യതയെക്കുറിച്ചാണ്, നിസ്സഹായാവസ്ഥയെക്കുറിച്ചാണ്. റേഷൻ്റെ കാര്യമാണ് ആദ്യം അവർ പറഞ്ഞത്. ഭക്ഷ്യദാനത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട രാജാവേ, പ്രഭോ, ഞങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ദരിദ്രരാണ്, വലിയ വിഷമത്തിലാണ്, ഭക്ഷണം കഴിക്കാനില്ല, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഭക്ഷ്യവസ്തുക്കൾക്ക് മതിയായ വില തന്നെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ധാന്യത്തിൻ്റെ വിലയായി തരാൻ ഞങ്ങളുടെ അടുത്തില്ല. താണ നിലവാരത്തിലുള്ള ഏതാനും വസ്തുക്കൾ മാത്രമാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഈ വിഷമം മനസ്സിലാക്കി അങ്ങ് ഞങ്ങളെ പ്രത്യേകം പരിഗണിക്കുകയും ധാന്യം പൂർണ്ണമായി അളന്നു തരാൻ കനിവുണ്ടാവുകയും ചെയ്യണം. ഉദാരമതികളായ ആളുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ട് അപേക്ഷിക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സ് ധൃതിപ്പെടുകയാണ്. മനസ്സിങ്ങനെ തുടികൊട്ടുകയാണ്. മറകളുടെ തിരശ്ശീലകൾ ഉയർത്താൻ വെമ്പുകയാണ്. അടുത്ത നിമിഷം അത് സംഭവിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ അത് പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് 88-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوفي لنا الكيل وتصدق علينا إن الله يجزي المتصدقين. فلما دخلوا عليه, അങ്ങനെ ആ മക്കൾ വീണ്ടും ഈജിപ്തിലേക്ക് പോയി അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ, ഫലമ്മാ ദഖലു, ആ മക്കൾ പ്രവേശിച്ചപ്പോൾ, സഹോദരന്മാർ പ്രവേശിച്ചപ്പോൾ, അലൈഹി, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത്, ഖാലു, അവർ അപേക്ഷിച്ചു, യാ അയ്യുഹൽ അസീസ്, അല്ലയോ പ്രഭോ, മസ്സന, ഞങ്ങളെ ബാധിച്ചിരിക്കുന്നു, വഹ്ലന, ഞങ്ങളുടെ കുടുംബത്തെയും, അദ്ദുറു, കടുത്ത ക്ഷാമം ബാധിച്ചിരിക്കുന്നു, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണെന്നർത്ഥം. മാത്രമല്ല അവർ പറഞ്ഞു, വജ്ഇനാ ബിബിളാഅത്തിൻ മുസ്ജാത്ത്, അല്പം വില മാത്രമാണ്, അതായത് മോശം വിലയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. വജ്ഇന, ഞങ്ങൾ വന്നിരിക്കുന്നു, ബിബിളാഅത്തിൻ മുസ്ജാത്തിൻ, അല്പം വില കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മോശം വില കൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, ഞങ്ങൾക്ക് കിട്ടുന്ന ധാന്യത്തിന് മതിയായ വില തരാൻ തന്നെ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ മോശപ്പെട്ട ചില വസ്തുക്കളാണ് പകരമായി വിലയായി നൽകാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫൗഫി ലനൽ കൈൽ, അങ്ങ് ഞങ്ങൾക്ക് ധാന്യം തികച്ചു തരണം, അളവ് തികച്ചു തരണം. ഫൗഫി ലന, അങ്ങ് ഞങ്ങൾക്ക് അളവ് തികച്ചു തരണം. അൽ കൈല, ഫൗഫി ലനൽ കൈൽ. എന്നാലും, അതായത് ഞങ്ങളുടെ അടുത്ത് വലിയൊരു വിലയില്ലെങ്കിലും, മോശമായ വിലയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിലും, ഫൗഫി ലനൽ കൈൽ, അങ്ങ് ഞങ്ങൾക്ക് അളവ് തികച്ച് ധാന്യം തരണം. വതസദ്ദഖ അലൈന, ഞങ്ങളുടെ ഉദാര മനസ്കത കാണിക്കുകയും ചെയ്യണം. സ്വതക്ക ചെയ്യണമെന്നർത്ഥം, ഉദാര മനസ്കത കാണിക്കണം. കാരണം ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യജ്സിൽ മുത്തസദ്ദിഖീൻ, ഉദാര മനസ്കരായ ആളുകൾക്ക്, ഔദാര്യം കാണിക്കുന്ന ആളുകൾക്ക് തക്ക പ്രതിഫലം തന്നെ നൽകുമല്ലോ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉദാര മനസ്കത കാണിക്കണം. വതസദ്ദഖ അലൈന, ഇവിടെ ഈ ഒരു പദത്തിന് വതസദ്ദഖ അലൈന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, ഞങ്ങളുടെ സഹോദരൻ ബിന്യാമീനെ വിട്ടുതരണം, അങ്ങയുടെ ഔദാര്യം കൊണ്ട് ബിന്യാമിനെ വിട്ടുതരണം എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു ജുറൈജ് റഹ്മഹുല്ലാ അവരുടെ അഭിപ്രായം അങ്ങനെയാണ്, ഞങ്ങളുടെ സഹോദരനെ വിട്ടുതരണം. ഒരു തഫ്സീറാണത്. മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നത്, ധാന്യത്തെയും വിലയെയും വിഷമാവസ്ഥയെയും കുറിച്ച് സംസാരിച്ച് രാജാവിൻ്റെ സഹതാപം പിടിച്ചുപറ്റിയ ശേഷം സഹോദരനെ വിട്ടുതരണമെന്ന് അവസാനം അപേക്ഷിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ തസ്ദഖ അലൈന എന്ന് പറഞ്ഞാൽ ധാന്യം ഞങ്ങൾക്ക് പൂർത്തിയാക്കി ഉദാരത ചെയ്യണം, അതൊക്കെ സംസാരിച്ച് അവസാനം പിന്നെ ബിന്യാമിനെ കുറിച്ച് സംസാരിക്കാനാണ് അവരുടെ പ്ലാൻ.
നേരത്തെ പറഞ്ഞ തഫ്സീർ അങ്ങനെയല്ല. ഒത്തസ്ദഖാലീന എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അവരുദ്ദേശിച്ചത് ബിന്യാമിനെ വിട്ടുതരണം എന്നാണ്. ബിബിളാഅത്തിൻ മുസ്ജാത്ത് അല്ലേ? ഇതിന് നമ്മളിപ്പോൾ കുറച്ച് വില അല്ലെങ്കിൽ താഴ്ന്ന തരം നാണയം എന്നെല്ലാം വ്യാഖ്യാനം പറഞ്ഞ ആളുകളുണ്ട്. അന്നത്തെ നാണയം സ്വർണമോ വെള്ളിയോ ഒക്കെ ആയിരിക്കും. അത് മാറ്റ് കുറഞ്ഞതുണ്ടാവും, മാറ്റ് കൂടിയതുണ്ടാവും അല്ലേ? ഇമാം ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങളുടെ വിലയായി സ്വീകരിക്കപ്പെടാത്ത വില കുറഞ്ഞ നാണയമായിരുന്നു അവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്, ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഏതായാലും ഈ ഒരു യാത്രയെപ്പറ്റി അല്ലാഹു തആല ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈജിപ്തിലെത്തിയ ശേഷമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? അത് അത്ഭുതപ്പെടാനില്ല. കാരണം ഖുർആനിൻ്റെ കഥാകഥന ശൈലിയാണത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്വാഭാവികമായ ശൈലിയാണത്. ആട്ടെ, ഇനി നമ്മൾ 89-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഈ സഹോദരന്മാർ ഇങ്ങനെ വന്ന് വളരെ വിനയത്തോടെ അപേക്ഷിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സലിഞ്ഞു. വല്ലാത്തൊരു അനുകമ്പ തോന്നി. പിതാവും കുടുംബം കഷ്ടപ്പെടുകയാണല്ലോ എന്നോർത്ത് മഹാനവറുകളുടെ മനസ്സ് വല്ലാതെ വിതുമ്പി. തൻ്റെയും സഹോദരൻ്റെയും തിരോധാനത്തിൽ കടുത്ത മനോവേദനയാണ് വാപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തീരുമാനിച്ചു, ഈ ഒളിച്ചുകളി ഇനിയും തുടരാനാകില്ല. അങ്ങനെയാണ് കഴിഞ്ഞ 2 തവണയും തന്നെ സംബന്ധിച്ച രഹസ്യം അറിയിക്കാതെ മൂടിവെച്ച മഹാനവറുകൾ ഇപ്രാവശ്യം ആ രഹസ്യം മറച്ചു വെക്കാതെ സ്വയം പരിചയപ്പെടുത്തുന്നത് പോലെ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവിവേകികളായിരുന്നപ്പോൾ യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? 89-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. ഖാല, യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിച്ചു, ഹൽ അലിംതും, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മാ ഫഅൽതും, നിങ്ങൾ ചെയ്തത്, ബിയൂസുഫ, യൂസുഫിനെ കൊണ്ടോ, അഖീഹി, യൂസുഫിന്റെ സഹോദരനെ കൊണ്ടും, ഇദ് അൻതും ജാഹിലൂൻ, അറിവില്ലാതിരുന്ന കാലത്ത്, അറിവില്ലാത്തവരായിരുന്ന കാലത്ത്, നിങ്ങൾ ജാഹിലീങ്ങളായിരുന്ന കാലത്ത് യൂസുഫിനെയും സഹോദരനെയും എന്തു ചെയ്തുവെന്ന് ഓർക്കുന്നുണ്ടോ? ബിയൂസുഫ വ അഖീഹി, യൂസുഫിനെയും സഹോദരനെയും എന്നാണ് ഇവിടെ ആയത്തിൽ പറഞ്ഞത്. അത് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് അവർ ചെയ്ത ക്രൂരതയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ബെന്യാമീനോട് എന്താണ് ചെയ്തത്? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ചെയ്ത പോലെ തന്നെ ബെന്യാമീനോടും അവർ പല ക്രൂരതകളും ചെയ്തിരുന്നു അത്രേ. മാത്രമല്ല ബെന്യാമീനും യൂസുഫ് നബി അലൈഹി സ്വലാമും പിതാവിൻ്റെ 2ാം ഭാര്യയിലുള്ള മക്കളാണല്ലോ. പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ട ശേഷം യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ബെന്യാമീൻ എന്നവരോട് വല്ലാത്തൊരു മതിപ്പും സ്നേഹവും കൂടുകയും ചെയ്തിരുന്നു. അപ്പം അതും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആ നിലക്കും ഇവർ ബെന്യാമീൻ എന്നവരെ ദ്രോഹിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സമീപനം ബെന്യാമീൻ എന്നവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കിയിരുന്നു എന്നാണ്. അതൊക്കെ ഒരു ദ്രോഹമാണ്, മാനസികമായി പീഡിപ്പിക്കുകയാണ് ഇവർ ചെയ്തത് സത്യത്തിൽ. പിന്നെ ബെന്യാമീൻ എന്നവരുടെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് പാനപാത്രം കണ്ടെടുത്തപ്പോൾ സഹോദരന്മാർ വല്ലാത്ത കുത്തുവാക്ക് പറഞ്ഞില്ലേ, ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല, ഇവൻ്റെ സഹോദരനെ മുമ്പ് മോഷ്ടിച്ചിരുന്നു എന്ന്. അപ്പോൾ അവിടെയും ബെന്യാമീൻ എന്നവരെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ 2 പേരെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നത്. ഇനി 90-ാമത്തെ ആയത്ത് നോക്കൂ. ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ സഹോദരന്മാർ അത്ഭുത സ്തബ്ധരായിപ്പോയി. ആ ഇടിവെട്ടേറ്റതുപോലെയായി അവർ. എന്താണ് കേൾക്കുന്നത്? അന്ന് ഞങ്ങൾ യൂസുഫിനെ കിണറ്റിൽ തള്ളി. പക്ഷെ ഇന്നുവരെ മറ്റൊരു മനുഷ്യന്റെ ചെവിയിലും ആ സത്യം എത്തിയിട്ടില്ല, ആർക്കും അതറിയില്ല. ഇപ്പോഴിതാ മൂർച്ചയേറിയ ചോദ്യം ഞങ്ങളുടെ നേരെ വരുന്നു. തൻ്റെ ഇടമില്ലാത്ത നാളുകളിൽ യൂസുഫിനെ എന്തു ചെയ്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഭൂമിയുടെ പുറത്ത് യൂസുഫ് അല്ലാതെ മറ്റാരും ഈ ഒരു ക്രൂരകൃത്യത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ ചോദിച്ചത് യൂസുഫ് ആകാനേ തരമുള്ളൂ. സഹോദരന്മാർ ചിന്തിക്കുകയാണ്. വർഷങ്ങളിലൂടെ നീണ്ടു പഴകിക്കിടക്കുന്ന 100 സംഭവ പരമ്പരകൾ ഒന്നടങ്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം തീക്ഷ്ണമായ ചോദ്യശരം അവർക്കു നേരെ എഴുതത്.
യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന ഒരേ ഒരാൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാനാകൂ എന്നത് സഹോദരന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരിനി തിരിച്ചു ചോദിക്കുന്നത്, അങ്ങ് തന്നെയാണോ യൂസുഫ്? ഈ ചോദ്യം കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം ഒന്നും മറച്ചു വെച്ചില്ല. മഹാനവറുകൾ എല്ലാം തുറന്നു പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് യൂസുഫ്. സുബ്ഹാനല്ലാഹ്. ആ സഹോദരന്മാർ ഇടിവറ്റേറ്റതുപോലെ ഒന്നും ചെയ്യാനാവാതെ, മിണ്ടാനാവാതെ സ്തംഭിച്ചു നിന്നുപോയി. എന്താണ് ഈ കേൾക്കുന്നത്? തങ്ങൾ പൊട്ടൽ കണ്ടിട്ട് തള്ളിയ കൊച്ചു യൂസുഫ്, കരഞ്ഞ് കരഞ്ഞ് കേണപേക്ഷിച്ചിട്ടും തങ്ങൾ വലിച്ചെറിഞ്ഞ യൂസുഫ്, പടുകൂറ്റൻ പാറക്കല്ല് പണിപ്പെട്ട് പൊക്കിയെടുത്ത് തലയിലേക്ക് വലിച്ചിട്ട യൂസുഫ്, ചെന്നായ കടിച്ച് കൊന്നു എന്ന് വാപ്പാനോട് കളവ് പറഞ്ഞ് രക്ഷപ്പെട്ട യൂസുഫ്. സുബ്ഹാനല്ലാഹ്. അവരങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം സഹോദരനായ ബെന്യാമീനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ സഹോദരൻ ബെന്യാമീനാണ്. അള്ളാഹു ഞങ്ങൾക്ക് ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്തു തന്നിരിക്കുന്നു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണി പറയുകയാണ്. ഈ അനുഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും പദവികളൊക്കെ അള്ളാഹു എനിക്ക് കനിഞ്ഞാകിയതാണ്. നിങ്ങൾ എന്നെ വെറുത്തു, അകാരണമായി ആക്രമിച്ചു, മർദ്ദിച്ചു, കൊല്ലാനായി പൊട്ടക്കിണറ്റിലെറിഞ്ഞു, പക്ഷേ ഞാൻ ക്ഷമിച്ചു. അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു. ജീവിതത്തിലുടനീളം ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു. അതിൻ്റെ എല്ലാം ഫലമാണ് ഈ കാണുന്നത്. ഇങ്ങനെ സൂക്ഷ്മത പാലിക്കുകയും ക്ഷമ കൈകൊള്ളുകയും ചെയ്യുന്ന പുണ്യവാന്മാരുടെ പ്രതിഫലം അള്ളാഹുതആല ഒരിക്കലും പാഴാക്കി കളയുന്നതല്ല എന്നൊക്കെ മഹാനവറുകൾ ആ സമയത്ത് അവരോട് പറയുകയാണ്. നോക്കൂ 90-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ അഇന്നക ലഅൻത യൂസുഫ് ഖാല അന യൂസുഫ് വഹാദാ അഖീ ഖദ് മന്നല്ലാഹു അലൈനാ ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ഖാലൂ, അവർ ചോദിച്ചു, അഇന്നക ലഅൻത യൂസുഫ്, താങ്കൾ തന്നെയാണോ യൂസുഫ്? അഇന്നക ലഅൻത യൂസുഫ്, താങ്കൾ തന്നെയാണോ യൂസുഫ്? ഖാല, മഹാനവറുകൾ മറുപടി പറഞ്ഞു, അന യൂസുഫു, ഞാൻ തന്നെയാണ് യൂസുഫ്. വഹാദാ അഖീ, ഇതെൻ്റെ സഹോദരൻ ബെന്യാമീനാണ്. വഹാദാ, ഇത് അഖീ, എൻ്റെ സഹോദരനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, തീർച്ചയായും അള്ളാഹു ഞങ്ങൾക്ക് ഔദാര്യം ചെയ്തിരിക്കുന്നു, അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നഹു, നിശ്ചയമായും, മൻ, ഒരാൾ, യത്തഖി, ആരൊരാൾ തഖ്വ ചെയ്ത് ജീവിക്കുന്നുവോ, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നുവോ, വയസ്ബിർ, ക്ഷമിക്കുകയും ചെയ്യുന്നുവോ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല, ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, അത്തരം പുണ്യവാന്മാരുടെ പ്രതിഫലം അല്ലാഹു തആല നഷ്ടപ്പെടുത്തുകയില്ല, പാഴാക്കുകയേ ഇല്ല. ലാ യുളീഉ എന്ന് പറഞ്ഞാൽ പാഴാക്കുകയേ ഇല്ല എന്നർത്ഥം. 91-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഏതായാലും ഈ സംഭവം, ഈ രഹസ്യം പുറത്തു വന്നപ്പോൾ സഹോദരന്മാർക്ക് വലിയ ഖേദമായി. തങ്ങൾ ചെയ്തു പോയ മഹാപാതകത്തിൻ്റെ കടുപ്പവും ആഴവും അവർക്ക് മനസ്സിലായി. വല്ലാത്ത ഖേദം തോന്നി. ഇനി അവർ പശ്ചാത്തപിക്കുകയാണ്. അവർ പറഞ്ഞു, സഹോദര, ക്ഷമിക്കണം, ഞങ്ങളെക്കാൾ ഉന്നതമായ പദവി നൽകി സർവശക്തനായ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തതൊക്കെ വലിയ തെറ്റുകളാണ്. നോക്കൂ 91-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ തല്ലാഹി ലഖദ് ആഥറക അല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. ഖാലൂ, അവർ മറുപടി പറഞ്ഞു, അവർ പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലഖദ് ആഥറക അല്ലാഹു അലൈനാ, അല്ലാഹു താങ്കളെ ഞങ്ങളെക്കാൾ ഉത്കൃഷ്ടനാക്കിയിരിക്കുന്നു. ആഥറക, അങ്ങയെ ഉത്കൃഷ്ടനാക്കിയിരിക്കുന്നു. അല്ലാഹു അലൈന, ഞങ്ങളെക്കാൾ. വഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾ പാപികൾ തന്നെയാണ്, തെറ്റ് ചെയ്ത ആളുകൾ തന്നെയാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല മറ്റുള്ളവരെക്കാൾ ഒരുപാട് ഔത്കൃഷ്ടം നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. ബുദ്ധി, സഹിഷ്ണുത, ക്ഷമ, അറിവ്, മഹത്വം, സൗന്ദര്യം, രാജാധിപത്യം, ഇതുകൊണ്ടൊക്കെ ഞങ്ങളെക്കാൾ നിനക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നതിന് ഉദ്ദേശ്യം. ഇനി 92-ാമത്തെ ആയത്ത് നോക്കാം. ഇതിന് മറുപടിയായി യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നു, നോക്കൂ, ഞങ്ങൾ തെറ്റുകാരാണ് എന്നൊക്കെ അവർ സമ്മതിച്ചല്ലോ. ഇനി അത് മറുപടി മഹാനവറുകൾ പറയുകയാണ്. എന്താണെന്നറിയോ? ഇന്ന് നിങ്ങളോട് യാതൊരു പ്രതികാര നടപടിയും ഇല്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അതാണ് മഹാനവറുടെ പ്രതികരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലിയ സ്വഭാവ മഹിമയുടെ ഉടമസ്ഥനായ, സൽസ്വഭാവത്തിൻ്റെ ഔന്നത്യം പ്രാപിച്ചു കഴിഞ്ഞ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം സഹോദരന്മാരെ കുറ്റവിചാരണ നടത്താനോ
ചോദ്യം ചെയ്യാനോ ഒന്നും തയ്യാറായില്ല. മറിച്ച് അവരുടെ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് മഹാനവറുകൾ ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ സമയം, ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. സഹിക്കാൻ കഴിയാത്ത ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട സഹോദരന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത്. അതും സാധാരണക്കാരായിട്ടാണ് സഹോദരന്മാർ മുമ്പിലുള്ളത്. താനോ ഇപ്പോൾ രാജാവാണ്, തൻ്റെ രാജ്യത്താണ് സഹോദരന്മാരെന്ന് മാത്രമല്ല തൻ്റെ ദർബാറിൽ തൻ്റെ മുമ്പിലാണ് അവരുള്ളത്. ജയിലിലോ കഴുമരത്തിലോ അവരെത്താൻ ഒരാംഗ്യത്തിൻ്റെ ആവശ്യമേ യൂസുഫ് നബി അലൈഹി സ്വലാമിനുള്ളൂ. ഒന്ന് ആംഗ്യം കാണിച്ചാൽ പോരെ, അവർ ജയിലിലടക്കില്ലേ? പക്ഷേ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താ? നിങ്ങളോട് പ്രതികാരമില്ല. ചെയ്തു പോയ തെറ്റിൽ നിന്നൊക്കെ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹു തആല ഏറ്റവും വലിയ കരുണാമയനാണ്. ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ഏത് പാപവും അള്ളാഹു തആല പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം. നോക്കൂ 92-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഖാല, മഹാനവറുകൾ മറുപടി പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളെപ്പറ്റി ഒരു അധിക്ഷേപവും ഞാനിപ്പോൾ ഉന്നയിക്കുന്നില്ല. ഇന്ന് ഒരു അധിക്ഷേപവും ഞാൻ നിങ്ങളെപ്പറ്റി ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രതികാരത്തിനും ഞാൻ മുതിരുന്നില്ല എന്നർത്ഥം. ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒന്നിനും ഞാൻ മുതിരുന്നില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ കരുണാവാരിധിയല്ലോ, ഏറ്റവും വലിയ കരുണാവാരിധിയല്ലേ. 93-ാമത്തെ ആയത്തിലേക്ക് നോക്കാം. സഹോദരങ്ങളുമായി ഏതായാലും ഈ രഹസ്യമൊക്കെ പുറത്തായ ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാം സഹോദരങ്ങളുമായി കുറേ സംസാരിച്ചു, നീണ്ട് സംസാരിച്ചു. പ്രധാനമായും ചോദിച്ചത് വാപ്പാൻ്റെ വിവരങ്ങളാണ്. അപ്പോഴാണ് വാപ്പാനെ കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായി അറിയുന്നത്. കടുത്ത ദുഃഖം കാരണം കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകൾ തീരുമാനിച്ചു എത്രയും വേഗം വാപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, വാപ്പാൻ്റെ സങ്കടം തീർക്കണം, വാപ്പാനെ ആശ്വസിപ്പിക്കണം. അങ്ങനെയാണ് മഹാനവറുകൾ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനൊരു കുപ്പായം തരാം, ആ കുപ്പായം നിങ്ങൾ കൊണ്ടുപോയി പിതാവിൻ്റെ മുഖത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ സങ്കടമെല്ലാം മാറുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും ഒക്കെ ചെയ്ത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണം. ഇത് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അല്ലേ? മാഷാ അല്ലാഹ്. 93-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. اذهبوا, നിങ്ങൾ പോകൂ. യൂസുഫ് നബി അലൈഹി സ്വലാം സഹോദരന്മാരോട് പറയണം, നിങ്ങൾ കനാനിലേക്ക് തിരിച്ചു പോകൂ. ബിഖമീസി ഹാദാ, എൻ്റെ ഈ കുപ്പായവുമായി, എൻ്റെ ഈ കുപ്പായം കൊണ്ട് നിങ്ങൾ പോകൂ. എന്നിട്ട് ഫഅൽഖൂഹു, നിങ്ങൾ ആ കുപ്പായം വെച്ചു കൊടുക്കൂ. അലാ വജ്ഹി അബി, എൻ്റെ ബാപ്പാൻ്റെ മുഖത്ത്. എന്നാൽ യഅതി ബസീറ, അദ്ദേഹം കാഴ്ചയുള്ള ആളായി മാറും. വഅ്തൂനി, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ബി അഹ്ലിക്കും അജ്മഈൻ, കുടുംബങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെ എല്ലാവരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യൂ. ഈ കുപ്പായം ഒരു മുഅ്ജിസത്തിന്റെ കുപ്പായമായിരുന്നു എന്നാണ്. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ നിന്ന് പൈതൃകമായി കിട്ടിയ അത്ഭുത സിദ്ധികളിൽ ഒരു കുപ്പായമായിരുന്നു അതെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ കുപ്പായമായിരുന്നില്ല എന്നർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദ് രാജാവ് തീക്കുണ്ടത്തിലിട്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് ഒരു കുപ്പായം കൊണ്ടുവന്ന് ധരിപ്പിച്ചിരുന്നു. ആ കുപ്പായമാണ് തലമുറകൾക്ക് മാറി ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ കുപ്പായം പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമിനാണ് ആദ്യം കിട്ടിയത് തൻ്റെ പിതാവിലൂടെ. തൻ്റെ പിതാവ് വഴി യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അത് കിട്ടി. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് യാക്കൂബ് നബിക്ക് നന്നായി അറിയാലോ. മാത്രമല്ല യൂസുഫ് നബി അലൈഹി സ്വലാം അസാധാരണ സൗന്ദര്യമുള്ള ആളാണ്. അതുകൊണ്ട് കണ്ണേറ് തട്ടാൻ പ്രത്യേകം സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണേറ് തട്ടാതിരിക്കാനായി, മകന് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനായി ആ മോചിസത്തിൻ്റെ കുപ്പായം നന്നേ ചെറുതായി മടക്കി ഒരു വെള്ളിയുടെ കൂട്ടിലാക്കി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഴുത്തിൽ ആ ബാപ്പ യാക്കൂബ് നബി അലൈഹി സ്വലാം കെട്ടിക്കൊടുത്തിരുന്നു. അത്രേ വളരെ ലോലമായ പട്ടിൻ്റെതായിരുന്നു ആ കുപ്പായം എന്ന്. സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിൽ തള്ളിയപ്പോഴും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഴുത്തിൽ ആ കുപ്പായമുണ്ട്. ആ കുപ്പായത്തിൻ്റെ അസാധാരണത്വം അറിയായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം ആനവർക്ക് അത് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കുപ്പായത്തിൻ്റെ അസാധാരണത്വം അറിയാമായിരുന്നു എന്നതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം ആ കുപ്പായം നല്ലോണം സൂക്ഷിച്ചു, നല്ലവണ്ണം അത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. ഈ കുപ്പായമാണ് ഇപ്പോൾ ബാപ്പാൻ്റെ മുഖത്ത് വെക്കാനായി
കൊടുത്തയച്ചത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകട്ടെ, ഈ കുപ്പായം വെച്ചു കൊടുത്താൽ പിതാവിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടും എന്ന് മഹാനവറുകൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ആ കുപ്പായം തിരിച്ച് കൊടുത്തയച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മഹാന്മാരായ ആളുകളുടെ ആസാറുകൾക്ക് ബർക്കത്തുണ്ടാവും. അവരുപയോഗിച്ച സംഗതികൾ, വസ്തുക്കൾ, അതിന് ആസാറുകൾ എന്ന് പറയും. അതിന് ബർക്കത്തുണ്ടാവും. അത്തരം ആസാറുകൾ തബറക്കിന് ഉപയോഗിക്കുകയും ചെയ്യാം, ബർക്കത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസം അതാണല്ലോ, മഹാന്മാരുടെ ആസാറുകൾക്ക് ബർക്കത്തുണ്ടാവും. അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അവരുടെയൊക്കെ ആസാറുകൾക്ക്. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം കുപ്പായം കൊടുത്താക്കുന്നതോടൊപ്പം ആ കുടുംബത്തെ എല്ലാവരെയും ഈജിപ്തിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ ഈ ക്ഷണം ബനു ഇസ്രായേലരുടെ നീണ്ട ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു വഴിത്തിരിവാണ്. കാരണം രാജാവാണ് അവരെ ക്ഷണിച്ചത്. രാജകീയ ക്ഷണമനുസരിച്ച് ആ കുടുംബങ്ങളെല്ലാവരും ഈജിപ്തിലെത്തി കാലങ്ങളോളം ജീവിച്ചു. സമൃദ്ധമായി അവളെ സുഖത്തോടുകൂടി ജീവിച്ചു. പിന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അവർ അടിമച്ചങ്ങലകളിൽ കുരുങ്ങുന്നത്. അങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല നിയോഗിക്കുന്നത്. ഇനി നമ്മൾ 94-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ആവശ്യമനുസരിച്ച് സഹോദരങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. എവിടേക്ക്? കൻആനിലേക്ക്. പുറപ്പെട്ടപ്പോഴേക്കും കൻആനിലുള്ള യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അതാ പ്രിയപുത്രൻ്റെ മണം വന്നെത്തുന്നു, സുഗന്ധം വന്നെത്തുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സമയത്ത് അടിച്ചു വീശിയ ഒരു കാറ്റ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായത്തിൻ്റെ വാസന വഹിച്ച് പിതാവിനെത്തിച്ചു. 8 ദിവസത്തെ യാത്രാ ദൂരമുണ്ടായിരുന്നു അത്ര അവർക്കിടയിൽ. എന്നിട്ടും ആ കുപ്പായത്തിൻ്റെ വാസന അവിടെ എത്തിയെന്ന്. 80 ഫർസഖ് ദൂരമാണ് കൻആനും ഈജിപ്തിനും ഇടക്ക് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതായത് 400 കിലോമീറ്ററും വരും. ദശാബ്ദങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷനായ മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്ന മകനെപ്പറ്റി വൃദ്ധനായ ഒരു പിതാവ് ഇങ്ങനെ പറഞ്ഞാൽ, എനിക്കിപ്പോൾ യൂസുഫിൻ്റെ മണം കിട്ടുന്നു എന്ന വാപ്പ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മാത്രമല്ല, ആൾക്കാരെന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ വയസ്സായി, പ്രായമായി, അത്തുമിത്തും പറയാണ്, അതിനെ ബുദ്ധിക്ക് സ്ഥിരതല്ല എന്നൊക്കെയല്ലേ ആൾക്കാർ പറയുള്ളൂ. ഏതായാലും ഈ മണം കിട്ടിയ ഉടനെ യാക്കൂബ് നബി അലൈഹി സ്വലാം അത് തുറന്നു പറയുകയാണ് കൂടെയുള്ള ആളുകളോട്, വീട്ടുകാരോട്, എനിക്ക് യൂസുഫിൻ്റെ മണം കിട്ടുന്നുണ്ട്. ഞാൻ പടുകിഴവനാണെന്നും അത്തും വിത്തും പറയുകയാണെന്നും നിങ്ങൾ വിധിക്കയില്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വ്യക്തമാക്കുമായിരുന്നു. വയസ്സായി ബുദ്ധി മന്ദീഭവിച്ചതാണ് എന്ന് നിങ്ങൾ പറയുമായിരിക്കും. അതില്ലാത്ത പക്ഷം നിങ്ങൾക്കത് വിശ്വസിക്കാം. നോക്കൂ 94-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ഫസലത്തുൽ ഈറു ഖാല അബൂഹും ഇന്നി ലഅജിദു റീഹ യൂസുഫ് ലൗലാ അൻ തുഫന്നിദൂൻ. വലമ്മാ ഫസലത്തുൽ ഈർ, യാത്രാസംഘം പിരിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ യാത്രാസംഘം ഈജിപ്ത് വിട്ടപ്പോൾ. മനസ്സിലാണ്ടോ? വലമ്മാ ഫസലത്തുൽ ഈർ, ഈർ എന്ന് പറഞ്ഞാൽ യാത്രാസംഘം പിരിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ യാത്രാസംഘം ഈജിപ്ത് വിട്ടപ്പോൾ ഖാല അബൂഹും, അവരുടെ പിതാവ് യാക്കൂബ് നബി സ്വലാം പറഞ്ഞു. പിതാവ് എവിടെയുള്ളത്? കൻആനിലാണുള്ളത്. ആ പിതാവ് പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, ലഅജിദു, എനിക്ക് കിട്ടുന്നുണ്ട്, റീഹ യൂസുഫ്, യൂസുഫിൻ്റെ മണം കിട്ടുന്നുണ്ട്, യൂസുഫിൻ്റെ ഗന്ധം ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ലൗലാ അൻ തുഫന്നിദൂൻ, എനിക്ക് ബുദ്ധിഭ്രമമാണെന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. ലൗലാ അൻ തുഫന്നിദൂൻ, എനിക്ക് ബുദ്ധിഭ്രമമാണെന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്നില്ലെങ്കിൽ ബ്രാക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളിത് വിശ്വസിക്കുമായിരുന്നു. ലൗലാ അൻ തുഫന്നിദു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. എനിക്ക് അത്തുവിത്തുമാണെന്നല്ലെങ്കിൽ എനിക്ക് ബുദ്ധിഭ്രമമാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നില്ലെങ്കിൽ. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. യാക്കൂബ് നബി അലൈഹി സ്വലാം ഇത് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് വീട്ടുകാരെ പ്രതികരിച്ചത്. ചുറ്റും കൂടി നിന്ന ആളുകളും ബന്ധുക്കാരൊക്കെ പറഞ്ഞു, നിങ്ങളിപ്പോഴും ആ പഴയ മൂഢധാരണയിൽ തന്നെയാണല്ലോ, എന്തൊരു കഷ്ടമാണിത്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അശേഷമെങ്കിലും പ്രതീക്ഷയില്ലാത്ത ആളുകളാണ് വീട്ടുകാരോ. അവരൊക്കെ വിചാരിച്ചത് മരിച്ചുപോയി എന്നല്ലേ. പിന്നെ ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മണം എനിക്ക് കിട്ടുന്നു വാപ്പ പറയുമ്പോൾ നിങ്ങൾക്ക് അത്തും വിത്തും എന്നല്ലേ അവർ പറയുള്ളൂ. ബുദ്ധിഭ്രമം സംഭവിച്ചാൽ എന്നല്ലേ പറയുള്ളൂ.
അതാണ് അവർ മറുപടി പറയുന്നത്. വീട്ടുകാർ പറയണം, നിങ്ങളിപ്പം പഴയ മൂഢധാരണയിൽ തന്നെയാണല്ലോ ഉള്ളത് എന്ന് പറയാം. നോക്കൂ 95-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖാലൂ തല്ലാഹി ഇന്നക ലഫീ ളലാലികൽ ഖദീം. ഖാലൂ, ആ വീട്ടുകാർ പ്രതികരിച്ചു, തല്ലാഹി, അല്ലാഹുവിന് തന്നെ സത്യം, ഇന്നക, നിശ്ചയമായും താങ്കൾ, ഫീ ളലാലികൽ ഖദീം, ഇപ്പോഴും ആ പഴയ മൂഢധാരണയിൽ തന്നെയാണല്ലോ. ലഫീ ളലാലിക, താങ്കളുടെ മൂഢധാരണയിൽ തന്നെയാണല്ലോ. അൽ ഖദീം, പഴയ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട്, തിരിച്ചു വരുന്നൊക്കെ ആ പഴയൊരു ധാരണയിൽ തന്നെയല്ലേ നിങ്ങളുള്ളത്. എന്തൊരു കഷ്ടമാണത് അല്ലേ? അതാണ് അവർ പറയുന്നത്. ഇവിടെ ലലാൽ എന്ന പദം അബദ്ധം, പിഴവ്, മൂഢധാരണ തുടങ്ങിയ അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മൂഢധാരണ എന്നാണ് നമ്മൾ അതിനർത്ഥം പറഞ്ഞത് അല്ലേ? പഴയ ഒരു പിഴച്ച ധാരണ എന്നൊക്കെ പറയില്ലേ, അതെ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ. മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ ഞങ്ങളെയും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും നീ എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണം തമ്പുരാനെ. രോഗികളായ ആൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ദീനും ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തി തരണം തമ്പുരാനെ. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഈ ക്ലാസ് കേൾക്കുന്നവർക്കും ഇതിനായിട്ട് അധ്വാനിക്കുന്നവർക്കും ഇത് പ്രചരിപ്പിക്കുന്നവർക്കും നീ ഖൈർ നൽകണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين، الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം.